ഈജിപ്തിന്റെ ഉടയവനായ ഫറവോൻ സ്വന്തം ആളുകളെയും ഭൂമി കാണാൻ വന്ന ഏലിയൻസിനെയും തല്ലി തമ്പോറാക്കി അടിമപ്പണി എടുപ്പിച്ച് ചുമ്മാ ഒരു ഗമയ്ക്ക് ആളാവാൻ വേണ്ടി പണിതുണ്ടാക്കിയ പടക്കൂറ്റൻ ബിൽഡിങ്ങുകളാണോ പിരമിഡുകൾ എന്ന് പറയുന്നത്? അതോ ഈ പറഞ്ഞ ഉടയവനായ ഫറവോന്റെ ശരീരം എല്ലാവിധ രാജകീയ ബഹുമതികളോടെയും മറവ് ചെയ്യുന്നതിന് കെട്ടിപ്പൊക്കിയ വെറും ഒരു വെല്ലിക്കാട്ട ശവകുടീരമോ? ഇത് രണ്ടുമല്ല, മറിച്ച് അതൊരു കവാടമായിരുന്നു. ഭൗമലോകത്തിനും ആകാശത്തെ നക്ഷത്രങ്ങൾക്കിടയിലെ ദൈവിക ലോകത്തിനും ഇടയിലുള്ള ഒരു നക്ഷത്ര കവാടം. അതായിരുന്നു അന്നത്തെ ഈജിപ്തിലെ ആളുകൾ അവരുടെ പൊന്നുതമ്പുരാനായ ഫറവോന് വേണ്ടി അന്ന് അവിടെ കെട്ടിപ്പൊക്കിയത്. സമാനതകളില്ലാത്ത കൃത്യതയോടെയും ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും രൂപകൽപ്പന ചെയ്ത ആ മഹാസ്മാരകങ്ങൾ അവ സഹസ്രാബ്ദങ്ങളോളം ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഘടനകളായിരുന്നു. എന്തായിരുന്നു ഈ പിരമിഡുകളുടെ നിർമ്മാണ ഉദ്ദേശം? പ്രാചീന ഈജിപ്തുകാർ ഭൂമിയെ കണ്ടിരുന്നത് ഒരു മാന്ത്രിക ലോകമായിട്ടാണ്. പ്രകൃതി മുതൽ നക്ഷത്രങ്ങൾ വരെ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന, ദൈവങ്ങൾ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന, ദൈവങ്ങൾ മനുഷ്യാത്മാക്കളുടെ വിധി എഴുതുന്ന ഒരു മഹാമാന്ത്രിക ലോകം. ഈ മാന്ത്രിക ലോകത്തിന്റെയും അവിടുത്തെ വിശ്വാസങ്ങളുടെയും എല്ലാം ഒത്ത നടുക്കാണ് പിരമിഡും അവരുടെ രാജാവായ ഫറവോയും നിൽക്കുന്നത്. ഈ മാന്ത്രിക ലോകത്ത് ദൈവങ്ങളുടെയും സാധാരണക്കാരായ ആളുകളുടെയും ഇടയിലെ ഒരു മധ്യസ്ഥന്റെ ജോലിയായിരുന്നു അവരുടെ രാജാവായ ഈ ഫറവോൻ എന്ന ഉടയവനുള്ളത്. അതായത് ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള ദൈവിക അല്ലെങ്കിൽ അർദ്ധ ദൈവിക വ്യക്തിത്വമായിട്ടാണ് അവരുടെ രാജാക്കന്മാരായ ഫറവോമാരെ അവിടുത്തെ ജനങ്ങൾ കണ്ടിരുന്നത്. മാത്രമല്ല, ഒരു ഫറവോയുടെ ജോലിയും കടമകളും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മരണത്തിന് ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ജോലി തുടരുന്നു. തന്റെ നാടിന്റെ സമൃദ്ധി കാത്തു സൂക്ഷിക്കുക, മരണാനന്തരം ദൈവങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് തന്റെ ജനങ്ങളുടെ ആത്മാക്കളെ മരണാനന്തര ജീവിതത്തിൽ നയിക്കുക, ആ ജനങ്ങളുടെ ആത്മാക്കളെ സംരക്ഷിക്കുക എന്നിങ്ങനെയുള്ള ഭാരിച്ച ബാധ്യതകൾ കൂടി അദ്ദേഹത്തിന്റെ ജോലിയായി മാറുന്നു. മരണാനന്തര ജീവിതത്തിലെ തങ്ങളുടെ ഫറവോയുടെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭൂലോകത്തെ ജീവിതവും മരണാനന്തര ജീവിതവും സുഖകരവും സന്തോഷകരവുമാക്കും എന്ന് സാധാരണക്കാരായ ജനങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷെ ഇതെല്ലാം സാധ്യമാകുന്നതിന് തങ്ങളുടെ പൊന്നുതമ്പുരാനായ ഫറവോൻ യാതൊരു തടസ്സവും കൂടാതെ സുഗമമായി മരണാനന്തര ജീവിതത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. അത്തരമൊരു സുഗമമായ യാത്രയ്ക്കുള്ള അവസരം ഒരുക്കേണ്ടത് തങ്ങൾ ജനങ്ങളുടെ ഉത്തരവാദിത്തവും ജോലിയും കടമയുമാണ്. അങ്ങനെ ഒരു സുഗമമായ മരണാനന്തര ജീവിതത്തിലെ യാത്രയിലൂടെ ദൈവങ്ങൾക്കടുക്കൽ ലക്ഷ്യസ്ഥാനത്ത് ഫറവോൻ എത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് തങ്ങളുടെ ജനങ്ങളെ സഹായിക്കാനാകൂ എന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചു പോന്നു. അവിടെയാണ് പിരമിഡുകൾ വരുന്നത്. അങ്ങനെ മരിച്ചുപോയ ഫറവോയെ സ്വർഗത്തിലെ ദൈവങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കോസ്മിക് എഞ്ചിനുകളായിരുന്നു പിരമിഡുകൾ എന്ന് പറയുന്നത്. മരണാനന്തരം അമരത്വം തേടിക്കൊണ്ട് ദൈവങ്ങൾക്കടുക്കലേക്ക് ഫറവോൻ എന്ന ജനങ്ങളുടെ പൊന്നു തമ്പുരാൻ മരണാനന്തര ജീവിതത്തിൽ ഒരു യാത്ര ആരംഭിക്കുന്നു. ദുവത്ത് എന്ന ഒരു ഇരുണ്ട പാതാള ലോകത്തിലൂടെ. ദുവത്ത് എന്ന ഈ പാതാള ലോകത്തെ ഇരുട്ടിൽ അധിവസിക്കുന്ന ദുഷ്ടജീവികളും ജന്തുക്കളും ചെകുത്താന്മാരും യാത്രക്കിടെ നമ്മുടെ ഫറവോനെ പരീക്ഷിക്കും. ആ പൊന്നുതമ്പുരാന്റെ ആത്മാവിനെ ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കും. ഫറവോന്റെ ആത്മാവ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും ഈജിപ്തിന്റെ അവസ്ഥ? എന്തായിരിക്കും ആ രാജാവിന്റെ ജനങ്ങളുടെ അവസ്ഥ? അതുകൊണ്ട് തന്നെ വളരെയധികം അപകടങ്ങളും തടസ്സങ്ങളും നിറഞ്ഞ ഈ യാത്രയിൽ സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു ചട്ടക്കൂടായി പ്രവർത്തിക്കുകയാണ്, ഒരു ഭവനമായി പ്രവർത്തിക്കുകയാണ് പിരമിഡ് ചെയ്യുന്നത്. ആ പിരമിഡിനുള്ളിൽ തങ്ങളുടെ പൊന്നുതമ്പുരാന് സഹായത്തിന് ആവശ്യമായതെല്ലാം ഈജിപ്തിലെ ജനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ പൊന്നുതമ്പുരാന്റെ സംരക്ഷണത്തിന് വേണ്ടി ആ പിരമിഡുകളുടെ മതിലുകളെ മന്ത്രലിഖിതങ്ങളാൽ അവർ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ആ മാന്ത്രിക വലയത്തിനുള്ളിൽ അവരുടെ ഫറവോ ദുവാത്ത് എന്ന ആ അണ്ടർവേൾഡിലെ ദുഷ്ടശക്തികളിൽ നിന്നും സുരക്ഷിതനായിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. അനശ്വരതയുടെ അടയാളമായി അസ്തമിക്കാതെ അപ്രത്യക്ഷമാകാതെ എന്നെന്നും ആകാശഗോപുരത്ത് വലം വെച്ച് കാണപ്പെട്ട നക്ഷത്രങ്ങളെ ഉന്നം വെച്ച് അതിശയകരമാംവിധം വാസ്തുവിദ്യാ കൃത്യതയോടെയാണ് അവർ പിരമിഡുകൾ എന്ന ആ കൂറ്റൻ കോസ്മിക് എഞ്ചിനുകൾ പലപ്പോഴും നിർമ്മിച്ചത്. അങ്ങനെ നക്ഷത്രങ്ങളുമായുള്ള പിരമിഡുകളുടെ ക്രമീകരണം ബോധപൂർവമായ ഒരു പ്രവൃത്തിയായിരുന്നു. ചക്രവാളത്തിന് താഴെ അപ്രത്യക്ഷമാകാതെ ഉത്തരധ്രുവത്തിനു ചുറ്റും സദാസമയം കറങ്ങിക്കൊണ്ടിരുന്ന, എല്ലാ സമയത്തും ദൃശ്യമായിക്കൊണ്ടിരുന്ന ഇത്തരം നക്ഷത്രങ്ങൾ പുരാതന ഈജിപ്തുകാർക്ക് വളരെയധികം പ്രത്യേകതയുള്ളവയായിരുന്നു. മറ്റ് നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ നക്ഷത്രങ്ങൾ സദാസമയവും ദൃശ്യമായിരുന്നു. അങ്ങനെ അസ്തമിക്കാതെ സദാസമയവും ആകാശത്ത് അങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് ഈജിപ്തുകാർ അനശ്വരതയുടെയും അമരത്വത്തിന്റെയും ഗുണമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് പിരമിഡുകളെ ഈ നക്ഷത്രങ്ങളുമായി ബന്ധിപ്പിക്കുക വഴി ഈ ഭൗമ നിർമ്മിതികളെ നക്ഷത്ര കവാടങ്ങളാക്കി മാറ്റുകയായിരുന്നു അവർ. അങ്ങനെ നിർമ്മിക്കപ്പെട്ട പിരമിഡുകൾ എന്ന ഈ കൂറ്റൻ ശിലാഘടനകളിലേറി ഫറവോന്റെ ആത്മാവ് അങ്ങനെ നക്ഷത്രങ്ങൾക്കിടയിൽ അനശ്വരതയിൽ അലിഞ്ഞു ചേരും. അതുവഴി തങ്ങളുടെ മരണാനന്തര ജീവിതവും സുരക്ഷിതമാകും എന്നവർ കരുതിപ്പോന്നു. ആ പടക്കൂറ്റൻ കോസ്മിക് പാലങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ, നിർമ്മാണത്തിലെ കൃത്യത, ഗണിതശാസ്ത്രത്തിലെ അപാരമായ ഒടുക്കത്തെ അറിവ്, ആന്തരികമായ അറകളുടെയും പാതകളുടെയും സങ്കീർണത, നക്ഷത്രങ്ങളുമായുള്ള, പ്രത്യേകിച്ച് ഓറിയോൺ ബെൽറ്റിലെ നക്ഷത്രങ്ങളുമായുള്ള ആ നിർമ്മികളുടെ ഒരു ബന്ധം, സഹസ്രാബ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ്, ഇതൊക്കെ അതുണ്ടാക്കിയ ആളുകളുടെ ജ്യോതിശാസ്ത്രത്തിലും വാസ്തുവിദ്യയിലുമുള്ള അതിവിപുലമായ, ഞെട്ടിക്കുന്ന, കിളിപാറുന്ന
അറിയിക്കുന്ന അവരുടെ അറിവിനെയാണ് കാണിക്കുന്നത്. യേശുവിന് 1000-ഉം 2000-ഉം വർഷങ്ങൾക്ക് മുൻപ് ഇരുമ്പിന്റെ ആയുധങ്ങൾ പ്രചാരത്തിലില്ലാതിരുന്ന സമയത്ത് ഏതാണ്ട് ചക്രങ്ങൾ പോലും പ്രചാരത്തിലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സമയത്താണെന്ന് ഓർക്കണം ഇങ്ങനെ കുറെ വെല്ലിക്കാട്ട സാധനങ്ങൾ അവർ കെട്ടിപ്പൊക്കിയത്. ഇനി അവരിത് എങ്ങനെയാണ് കെട്ടിപ്പൊക്കിയത് എന്നതിനെ പറ്റിയുള്ള യാതൊരു രേഖകളും അവർ ബാക്കി വെച്ചിട്ടില്ല. ഒരു തുണ്ടുകടലാസോ പുസ്തകമോ പേപ്പറോ ഒരു തോലിന്റെ പുറത്തോ കല്ലിന്റെ പുറത്തോ എവിടെയും എഴുതി വെച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. കാരണം ഈജിപ്തുകാർ പൊതുവെ അവരുടെ ജീവിതത്തെയും ചരിത്രത്തെയും പറ്റി കാണുന്ന സ്ഥലത്ത് മുഴുവൻ കുത്തിക്കുറിച്ച് വെക്കുന്ന സ്വഭാവമുള്ളവന്മാരാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവന്മാർ എഴുതി വെക്കും. പക്ഷെ എങ്ങനെ ഒരു പിരമിഡ് ഉണ്ടാക്കി എന്നതിനെ പറ്റിയുള്ള ഒരു ബ്ലൂ പ്രിന്റോ ഒരു മാനുവലോ എവിടെയും കിട്ടാനില്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് ഈ പിരമിഡുകൾ മാത്രമാണ്. അതിൽ നിന്ന് കല്ലും പൊടിയൊക്കെ വേർതിരിച്ചെടുത്ത് പഠിച്ചു നോക്കുക മാത്രമാണ് മുമ്പിലുള്ള ഒരേ ഒരു വഴി. ഏതാണ്ട് 481 അടി നീളമുണ്ട് ഗിസയിലെ ദി ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്ന പിരമിഡിന്. നമ്മുടെ താജ്മഹലിന് ഏതാണ്ട് 240 അടിയാണ് പൊക്കം. അതായത് നമ്മുടെ താജ്മഹലിന്റെ ഇരട്ടി പൊക്കമുണ്ട് ഈ പറഞ്ഞ പിരമിഡിന്. പിരമിഡുകൾ ഉണ്ടാക്കിയ കാലം തൊട്ട് ഈ അടുത്ത കാലം വരെയും ഇഷ്ടം പോലെ കള്ളന്മാരും കൊള്ളക്കാരും ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് അവന്മാർ അടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. എങ്കിൽ പോലും ഈ പിരമിഡുകളുടെ ഉള്ളിലെ പല പല രഹസ്യ അറകളിലേക്ക് നയിക്കുന്ന വളരെ കോംപ്ലക്സ് ആയ പാതകളുടെ വലിയ നെറ്റ്വർക്കുകൾക്കുള്ളിൽ ഇന്നും പിരമിഡിനുള്ളിൽ എത്തിപ്പിടിക്കാനോ കൃത്യമായി മനസ്സിലാക്കാനോ സാധിക്കാത്ത അറകളും വഴികളും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ആ നിർമ്മിതികളുടെ സങ്കീർണതയുടെ ആഴവും കാഠിന്യവും അതുണ്ടാക്കിയ ആളുകളുടെ വൈഭവവും നമുക്ക് മനസ്സിലാവുന്നത്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് അന്നും ഇന്നും കല്ലുകളുടെ നാടാണ്. അന്നും ഇന്നും അത് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു റിസോഴ്സ് തന്നെയാണ്. ലൈംസ്റ്റോൺ എന്ന ചുണ്ണാമ്പ് കല്ല്, ഗ്രാനൈറ്റ് എന്നിവയൊക്കെയാണ് ഈജിപ്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഏതാണ്ട് ഇത് രണ്ടും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് പിരമിഡുകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈജിപ്തിൽ സമൃദ്ധമായിട്ടുള്ളത് ഈ വെളുത്ത ക്രീം കളറിലൊക്കെ കിട്ടുന്ന ചുണ്ണാമ്പ് കല്ല് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പിരമിഡ് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ചുണ്ണാമ്പ് കല്ലാണ്. ചുണ്ണാമ്പ് കല്ല് താരതമ്യേന മൃദുവും ഖനനം ചെയ്യാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ അവയെ ഷേപ്പ് ചെയ്ത് വേണ്ട ആകൃതിയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. അതായത് ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കാനും രൂപപ്പെടുത്താനും കഴിയും. അതിനാൽ പിരമിഡ് പോലുള്ള വലിയ തോതിലുള്ള നിർമ്മാണ പദ്ധതികൾക്ക് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാം. എന്നിരുന്നാലും കാലക്രമേണ ലിഥിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെ ചുണ്ണാമ്പുകല്ലിനുള്ളിലെ ധാതുക്കൾ ഉറച്ചു നിൽക്കുന്നു. ഈ പ്രക്രിയ ചുണ്ണാമ്പുകല്ലിന്റെ കാഠിന്യം കാലക്രമേണ കൂടാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ മാറുന്ന കാലത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് കൂടുതൽ കാലം അവയ്ക്ക് നിൽക്കാൻ കഴിയും. ഈ ഗുണങ്ങൾ കൊണ്ട് തന്നെ പിരമിഡ് ഉൾപ്പെടെയുള്ള മിക്ക നിർമ്മിതികളുടെ ഭാഗവും ചുണ്ണാമ്പുകല്ല് കൊണ്ടാണ് നിർമ്മിച്ചത്. ഏതാണ്ട് 2.5 ടൺ ആണ് പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആവറേജ് ചുണ്ണാമ്പുകല്ലുകളുടെ ഭാരം എന്ന് പറയുന്നത്. കുറെ കൂടെ കട്ടി കൂടിയ ഗ്രാനൈറ്റുകൾ അതിന്റെ ഉയർന്ന ബലം കാരണം പിരമിഡിന്റെ നിർണായക ഘടനാപരമായ ഘടകങ്ങളായ സപ്പോർട്ട് ബീമുകൾ, അകത്തെ ചേംബറുകൾ എന്നിവയ്ക്കായി നീക്കിവെച്ചു. ഈ ഘടകങ്ങൾക്ക് വളരെയധികം കാലത്തിന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാനും മൊത്തത്തിൽ സ്ഥിരത നൽകാനും സഹായിക്കും. കോപ്പർ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചുണ്ണാമ്പുകല്ലുകളും ഗ്രാനൈറ്റുകളും സൈറ്റിൽ നിന്നൊക്കെ കുഴിച്ചെടുത്ത് ചെത്തി രൂപപ്പെടുത്തി ബ്ലോക്കിന്റെ ചതുരാകൃതിയിലാക്കിയത്. ഏതാണ്ട് 80 ടൺ ആണ് പിരമിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് ബ്ലോക്കുകളുടെ ഭാരം എന്ന് പറയുന്നത്. ചെത്തി മിനുക്കിയെടുത്ത ഈ ബ്ലോക്കുകൾ ഇനി പണിസ്ഥലത്ത് എത്തിക്കുന്നതാണ് അടുത്ത ടാസ്ക്. ഈ 80 ടൺ വരെ ഭാരമുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ ഉണ്ടെന്ന് ഓർക്കണം. ഒരു ആനയുടെ മാക്സിമം ഭാരം 8 ടൺ ആണ്. ഒരു ആനയുടെ 25% ഒക്കെയാണ് ഒരു ആനയ്ക്ക് മാക്സിമം വലിക്കാൻ കഴിയുന്ന ഭാരം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗ്രേറ്റ് പിരമിഡ് ഒക്കെ പണിയുന്ന സമയത്ത് 800 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് നിന്നാണ് ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഈ അടി ഇങ്ങനെ പരന്ന സ്ലെഡ് പോലുള്ള വലിക്കുന്ന വണ്ടികളിലൊക്കെ ബ്ലോക്ക് കെട്ടിവെച്ച് വലിച്ചിട്ടാണ് അവർ പണിസ്ഥലത്തേക്ക് ഇതൊക്കെ കൊണ്ടുപോയത്. ഗ്രേറ്റ് പിരമിഡ് പോലുള്ള ഒരു പിരമിഡ് ഉണ്ടാക്കാൻ ഏതാണ്ട് 20 തൊട്ട് 25 വർഷവും ഏതാണ്ട് 25,000-ഓളം പണിക്കാരെയും ആവശ്യമായിരുന്നു. കൂടാതെ ഓരോ മണിക്കൂറിലും രാവും പകലും തടസ്സമില്ലാതെ ഖനനം ചെയ്ത് ചെത്തി മിനുക്കിയെടുത്ത വലിയ കല്ലിന്റെ 12 കട്ടകൾ പിരമിഡിന്റെ ഘടനയ്ക്കുള്ളിൽ അതാത് ലക്ഷ്യസ്ഥാനത്ത് കയറിയിരിക്കണം. ഈ പ്രക്രിയ ഒരു മുടക്കവുമില്ലാതെ 20 വർഷത്തേക്ക് തുടർന്നു പോവുകയും ചെയ്യണം. രസം ഇതല്ല, ഇത്ര ടൈറ്റ് ഷെഡ്യൂളിൽ തുടർച്ചയായി 20 വർഷത്തേക്ക് ഓരോ 5 മിനിറ്റ് ഇടവിട്ട് എല്ലാ പണികളും ഇത്ര കൃത്യമായി ട്രാക്ക് ചെയ്യുന്ന ഈ പണികളുടെ സൂപ്പർവൈസർമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പല സ്ഥലങ്ങളിലായി പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. ഇവരെല്ലാം എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിലവിൽ എവിടെയാണ്, ഇപ്പോൾ എവിടെ എത്തി, എപ്പോൾ തിരിച്ചെത്തണം, ഈ കണ്ട ആളുകളെല്ലാം കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്ത് ടൺ കണക്കിന് ഭാരമുള്ള ഓരോ കട്ടകളും ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അതാത് സ്ഥലത്ത് കൃത്യമായി വീഴുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് വീഴ്ത്തിയിരിക്കണം. സൂപ്പർവൈസർമാരുടെ കിളി പോയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓർക്കുക, ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല, ലാപ്ടോപ്പ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല. നമ്മുടെ കയ്യിൽ കട്ടകൾ എടുത്ത് പൊക്കാൻ ക്രെയിനുകളുണ്ട്. 100 കണക്കിന് കട്ടകൾ ഒരേ സമയം കൊണ്ടുവരാൻ പാകത്തിന് വണ്ടികളുണ്ട്. കമ്മ്യൂണിക്കേഷന് ഇന്റർനെറ്റ് മറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഈജിപ്തുകാരുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. തീർന്നിട്ടില്ല, മെയിൻ വർക്കുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മറ്റു വർക്കുകൾ വേറെയുണ്ട്. ഇക്കണ്ട ജോലിക്കാർ മുഴുവൻ ഉപയോഗിച്ചിരുന്ന ഉളി, കൊട്ടുപടി, ചുറ്റിക, കത്തി, അറക്കവാള് പോലുള്ള മുഴുവൻ ടൂളുകളുടെയും മെയിൻ്റനൻസ്
മെയിന്റനൻസ്, കല്ലിന്റെ ബ്ലോക്കുകൾ വലിച്ചുകൊണ്ടുവരുന്ന ഉന്തുവണ്ടിയുടെ റാമ്പിന്റെയും മറ്റും മെയിന്റനൻസ്, ഇതൊക്കെ ഡെയിലി മെയിന്റനൻസ് വേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊന്നും വേണ്ട, ഈ കണ്ട ജോലിക്കാർക്ക് മുഴുവൻ 4 നേരം വെച്ചുണ്ടാക്കി തീറ്റ കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കഞ്ഞിയും പുഴുക്കും മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, മേലനങ്ങി പണിയെടുക്കുന്നവരാണ്, നല്ല തീറ്റ കൊടുക്കണം. അത് തന്നെ നല്ല കൃത്യമായ മാനേജ്മെന്റും ഓർഗനൈസേഷണൽ സ്കില്ലും ഒക്കെ വേണ്ട ഒരു പണിയാണ്. 25,000 പേർക്കാണ് ഓരോ ദിവസവും 3-4 നേരം വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്. ഇതുണ്ടാക്കിയ ആളുകൾ ആരൊക്കെയാ എന്നതാണ് അടുത്ത ചോദ്യം. മതപരമായ മറ്റു പുരാണങ്ങളും കഥകളും ഒക്കെ പറയുന്നത് വർഷങ്ങളോളം ഈജിപ്തിൽ ജീവിച്ചിരുന്ന അടിമകൾ പണിതുണ്ടാക്കിയതാണ് പിരമിഡുകൾ എന്നൊക്കെയാണ്, ഈ ഇസ്രായേലിലൊക്കെ. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ 25,000 പേരെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ജനസംഖ്യയാണ് അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു വലിയ അടിമകളുടെ കൂട്ടം തലമുറകളായി ഈജിപ്തിൽ ജീവിച്ചിരുന്നു എന്നതിന് യാതൊരു തെളിവും ഈജിപ്തുകാർ അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞു, ഈജിപ്തുകാർ അവരുടെ കഥകളും ചരിത്രങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ആളുകളാണ് എന്ന്. അവരുടെ രേഖകളിൽ നിന്നൊന്നും ഇതുപോലൊരു അടിമ സമൂഹത്തെ എവിടെയും കാണാനില്ല. നോ റെക്കോർഡ് അറ്റ് ഓൾ, ഒരു തുമ്പ് പോലുമില്ല. പിരമിഡ് പണിയുന്നതിന് വേണ്ടി ഈജിപ്തുകാർ പുറത്തു നിന്നൊട്ട ആളുകളെ ഇറക്കിയിട്ടുമില്ല. മറിച്ച് പിരമിഡ് ഉണ്ടാക്കിയ ആളുകൾ ഈജിപ്തിന്റെ പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന ഈജിപ്തുകാർ തന്നെയായിരുന്നു അത്രേ. മാത്രമല്ല ഈജിപ്തിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ ആളുകളെക്കാൾ ഒരല്പം മെച്ചപ്പെട്ട നിലയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് പിരമിഡ് പണിത പണിക്കാർ. അങ്ങനെ മെച്ചപ്പെട്ട നിലയിൽ ഭരണവർഗം നോക്കിയിരുന്ന ആളുകളാണ് പിരമിഡ് പണിത ആളുകൾ. അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റു പ്രാചീന റെക്കോർഡുകളും ഒക്കെ പഠിച്ച ആർക്കിയോളജിസ്റ്റുകളും സയന്റിസ്റ്റുകളും ഒക്കെ പറയുന്നത് അവരൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത്, നല്ല പോഷകാഹാരം കൊടുത്ത്, നല്ല രീതിയിൽ നോക്കിയിരുന്ന ആളുകളാണ് എന്നാണ്. ഈജിപ്തിലെ മറ്റ് സാധാരണക്കാരായ ആളുകളെക്കാൾ കൂടുതൽ റേഷൻ ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. അവർക്ക് കൃത്യമായ നല്ല ക്വാളിറ്റിയുള്ള വൈദ്യ സഹായം ലഭിച്ചിരുന്നു. അവരുടെ എല്ലുകളിലും തലയോട്ടുകളിലും സർജറി നടത്തിയതിന്റെയും മുറിവുകളും മറ്റും ഉണങ്ങിയതിന്റെയും പാടുകൾ കാണാം. കൈകാലുകളിലെ എല്ലുകൾ മുറി കൂടിയതിന്റെയും മറ്റും അടയാളങ്ങളുണ്ട്. അടിമകൾക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുമോ? ഇല്ല, കാരണം അവർ അടിമകളെ ആയിരുന്നില്ല. ഈജിപ്തിലെ ഭരണവർഗത്തിന് അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇന്ന് കാണുന്നത് പോലെ തേഞ്ഞു തുടങ്ങിയ കല്ലുകളുടെയും മണ്ണിന്റെ ലുക്കൊന്നും ആയിരുന്നില്ല പിരമിഡുകൾക്ക് ഉണ്ടായിരുന്നത്. നല്ല വെളുത്ത ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പോളിഷ് ചെയ്ത് അവയുടെ പുറം പാളി നല്ല വൃത്തിക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ പ്രാചീന ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ അങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ പട്ടാപ്പകല് ഏതാണ്ട് ഒരു വെളുത്ത നിറത്തിൽ, ഒരു ഓഫ് വൈറ്റ്, ആ പിരമിഡുകൾ അങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒടുക്കത്തെ ഭംഗിയായിരുന്നു അത്രേ. നമ്മൾ അങ്ങനെ നോക്കി നിന്ന് പോകും. മാത്രമല്ല പ്രധാനപ്പെട്ട പിരമിഡുകളുടെ ഒക്കെ മുകളിൽ ഓരോ തൊപ്പി ഉണ്ടായിരുന്നു അത്രേ, ക്യാപ്പ്. ഗ്രാനൈറ്റ് കല്ലുകളിൽ ചെത്തി മിനുക്കിയെടുത്ത് പോളിഷ് ചെയ്ത് സ്വർണം കൊണ്ട് അലങ്കരിച്ച ക്യാപ്പുകൾ പിരമിഡുകളുടെ എല്ലാം മുകളിലുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പിരമിഡുകളുടെ. ഇപ്പോൾ അതൊന്നും കാണാനില്ല. സ്വാഭാവികം, ആരെങ്കിലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുണ്ടാവും. ഈ പിരമിഡുകൾ പൊതുവെ ഈജിപ്തുകാരുടെ പേരിലാണ് ഫേമസ് എങ്കിലും ഭൂമിയിലുണ്ടായ മറ്റു പല പ്രാചീന സംസ്കാരങ്ങളും വ്യത്യസ്ത സ്റ്റൈലുകളിലും രൂപഘടനകളിലും പിരമിഡുകൾ എന്ന മഹാനിർമ്മിതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെക്സിക്കോയിലെ മായൻ സിവിലൈസേഷൻ പിരമിഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചൈനക്കാര് പിരമിഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സുഡാനിലെ നുബിയൻ സിവിലൈസേഷൻ പിരമിഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈജിപ്തുകാർ പൊതുവെ ശവകുടീരം പോലെയൊക്കെയാണ് അവരുടെ പിരമിഡുകൾ ഉപയോഗിച്ചതെങ്കിൽ മായൻ സംസ്കാരത്തിലെ ആളുകൾ മതപരമായ മറ്റ് ചടങ്ങുകൾ, ആചാരങ്ങൾ, ബലികർമ്മങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പിരമിഡുകൾ ഉപയോഗിച്ചത്. ഈജിപ്തിലെ പിരമിഡുകൾ, ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ച്, പെറുവിലെ നാസ്ക ലൈനുകൾ എന്നിവ പോലുള്ള ചില അത്ഭുതകരമായ സൃഷ്ടികൾ നമ്മുടെ ചരിത്രത്താളുകളിൽ നമ്മുടെ കാരണവന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളുടെ സങ്കീർണതയും വലിപ്പവും ജ്യോതിശാസ്ത്രപരമായ കൃത്യതയും ഒക്കെ കാണുമ്പോൾ അക്കാലത്ത് ലഭ്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്, അങ്ങനെ നിർമ്മിക്കാൻ നമ്മുടെ കാരണവന്മാർക്ക് കഴിയുമോ എന്നൊക്കെ നമുക്ക് ആശ്ചര്യവും സംശയവും തോന്നിയേക്കാം. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു വിഭാഗം ആളുകളും തിയറികളും വളരെ വിചിത്രമായ മറ്റു ചില ആശയങ്ങൾ പറയുന്നത്. അത്തരം സ്മാരക ഘടനകൾ അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത വിധം വളരെ പുരോഗമിച്ചതാണത്രേ. അതുകൊണ്ട് ആ മഹാസ്മാരകങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുത്ത വഴിക്ക് കണ്ണി കണ്ട ഏലിയൻസിനും മറ്റും ചാർത്തി കൊടുക്കും. അവയൊക്കെ ഏലിയൻസ് ഉണ്ടാക്കിയതാണത്രേ, അല്ലെങ്കിൽ ഏലിയൻസ് സഹായിച്ചിട്ടാണ് അവയൊക്കെ ഉണ്ടാക്കിയത് എന്ന്. സത്യത്തിൽ അതൊരു തിയറി തന്നെയാണ്, ആൻഷ്യന്റ് ആസ്ട്രോനോട്ട് തിയറി. ഭൂതകാലത്തിൽ അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിക്കുകയും മനുഷ്യരുമായി ആ അന്യഗ്രഹ ജീവികൾ സമ്പർക്കം പുലർത്തുകയും ചെയ്തിരുന്നു എന്നുമാണ് ഈ തിയറി പറയുന്നത്. എന്തിന്, ഫറവോമാർ ഏലിയൻസിന്റെ ഹൈബ്രിഡ് കുഞ്ഞുങ്ങളാണ് എന്ന് വരെയുള്ള വെറൈറ്റി തിയറികളുണ്ട്. മിക്കപ്പോഴും ഇത്തരം സിദ്ധാന്തങ്ങൾ പഴയ കാലത്തെ ഗ്രന്ഥങ്ങൾ, കല, ചുമർ ചിത്രങ്ങൾ, പ്രതിമകൾ എന്നിവയുടെയൊക്കെ അർത്ഥങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിന്റെ സപ്പോർട്ട് കൂടി പിടിക്കും. ഉദാഹരണത്തിന് ബഹിരാകാശ യാത്രകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഹെൽമെറ്റ് വെച്ച് അല്ലെങ്കിൽ പറക്കുന്ന വസ്തുക്കളുടെ ഉള്ളിൽ കയറിയിരിക്കുന്നത് പോലെ കാണപ്പെടുന്ന ദൈവങ്ങളോ പുരാണ ജീവികളെയോ ഒക്കെ കാണുമ്പോൾ അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള കണ്ടുമുട്ടലായി അത്തരം ആശയങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും, അത്തരം ചിത്രങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും. എന്നാൽ അത്തരം ചിത്രങ്ങൾ നമ്മുടെ കാരണവന്മാരുടെ വിശാലമായ ഭാവനയോ അല്ലെങ്കിൽ ആത്മീയമായ അവരുടെ വിശ്വാസങ്ങളുടെ പ്രതിഫലനമോ ഒക്കെ ആയിരിക്കാം ആ ചുമർ ചിത്രങ്ങളും മറ്റും.
അല്ലെങ്കിൽ ആ ചുമർച്ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ കാരണവന്മാർ രണ്ട് പഫൊക്കെ വിട്ട് നൈസ് മൂടിലിരുന്നപ്പോൾ കൊത്തി വെച്ചതായിരിക്കും. ഭാവന തലയിൽ കയറുമ്പോൾ നമ്മൾ എന്തൊക്കെയാ വരച്ചു വെക്കുന്നത്. അതുപോലെ അതിന് അന്യഗ്രഹ ജീവികളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കണം എന്നില്ല. നമ്മുടെ പുരാതന ജനതയുടെ ചാതുര്യം, വിഭവശേഷി, അവരുടെ അറിവ് എന്നിവയെ പാടെ വില കുറച്ച് കാണുന്ന, പാടെ അവഗണിച്ചു കളയുന്ന ഒരു പണിയാണിത്. വേണ്ടത്ര സമയം, മികച്ച ആസൂത്രണം, പെർഫെക്റ്റ് ആയിട്ട് ഇത് രണ്ടും ഉപയോഗിച്ചതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ലിമിറ്റഡ് ആയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് നമ്മെ പോലും അത്ഭുതപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ഇത്തരം പുരാതന അത്ഭുത നിർമ്മിതികൾക്ക് അന്യഗ്രഹ ജീവികൾ ഉത്തരവാദികളാണെന്ന് പറയുന്നത് നമ്മുടെ കാരണവന്മാരുടെ നേട്ടങ്ങളെ മനഃപൂർവ്വം ദുർബലപ്പെടുത്തുന്ന ഒരു പണിയാണ്. അതെന്താ, നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് ഇതൊന്നും പറ്റില്ലേ? നമുക്ക് പറ്റാത്ത പണിയാണോ ഇത്? അത്രയ്ക്ക് ബുദ്ധിയോ ബോധവോ ഇല്ലാത്തവരായിരുന്നു നമ്മുടെ കാരണവന്മാർ. അങ്ങനെ എടുത്ത വഴിക്ക് എല്ലാത്തിന്റെയും ക്രെഡിറ്റ് ദൈവങ്ങൾക്കും ഏലിയൻസിനും ഒക്കെ ചാർത്തി കൊടുത്ത് നമ്മൾ മനുഷ്യന്മാരുടെ ബുദ്ധിയെ നമ്മൾ തന്നെ അങ്ങനെ ചെറുതാക്കി കാണരുത്. നമ്മൾ അത്ര നിസ്സാരക്കാരല്ല. ശരിയാണ്, നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ച അതിസങ്കീർണതയുടെ കുരുക്കഴിച്ചെടുക്കാൻ ചിലപ്പോൾ നമുക്ക് അധികം സമയം വേണ്ടി വന്നേക്കാം എന്ന് കരുതി അതിന് പിന്നിൽ അമാനുഷികമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നതിനർത്ഥമില്ല. അങ്ങനെ അമാനുഷികമായിട്ട് എന്തെങ്കിലും അതിന് പിന്നിലുണ്ട് എന്നതിന് പ്രത്യേകിച്ച് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, കുറച്ച് ബുദ്ധിയും പ്ലാനിങ്ങും കഠിനപ്രയത്നവും ഉണ്ടെങ്കിൽ ഉളിയും കൊട്ടുപൊടിയൊക്കെ വെച്ച് മാനുഷികമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇവയൊക്കെ എന്നതിന് ഒരുപാട് തെളിവുകളും ഉണ്ട്. നമ്മൾ മനുഷ്യന്മാര് അത്രയ്ക്ക് മോശമൊന്നുമല്ല ഗൈസ്. അന്യഗ്രഹ ജീവികളുടെ കൂട്ട് പിടിച്ച് വായി തോന്നിയത് എന്തെങ്കിലുമൊക്കെ വെച്ച് പറഞ്ഞാൽ അതൊന്നും ശാസ്ത്രമാവില്ല. അതൊന്നും ശാസ്ത്രത്തിന്റെ രീതിയുമല്ല. മഞ്ഞപ്പിത്തമുള്ളവൻ കാണുന്നതെല്ലാം മഞ്ഞ എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന, ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഓൾറെഡി ഒരു ഉത്തരമുണ്ട്: ഏലിയൻസ്. ഇനി ആ ഉത്തരത്തെ പിന്താങ്ങുന്ന തെളിവുകളാണ് അവർക്ക് വേണ്ടത്. തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ ചുറ്റുമുള്ള പലതിന്റെയും അർത്ഥങ്ങൾ വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് അവർക്ക് വേണ്ട തെളിവുകൾ കണ്ടെത്താൻ നമ്മുടെ ആളുകൾ ശ്രമിക്കും. ഇതൊക്കെ പ്രചരിപ്പിക്കാനും നമ്മുടെ ഇടയിൽ ആളുകൾ ഉണ്ടാവും. എന്നാൽ ശാസ്ത്രത്തിന്റെ രീതി ഇങ്ങനെയല്ല. ശാസ്ത്രം മുൻകൂട്ടി ഒരു ഉത്തരം മനസ്സിൽ വെച്ചിട്ട് അതിനെ പിന്താങ്ങുന്ന തെളിവുകൾ അന്വേഷിച്ച് നടക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന തെളിവുകൾ എന്താണോ ആ തെളിവുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കി അത് ചൂണ്ടിക്കാണിക്കുന്ന ഉത്തരം യാതൊരുവിധ മുൻധാരണകളും ഇല്ലാതെ സ്വീകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര കഷ്ടപ്പെട്ട് ചോര നീരാക്കി നട്ടെല്ല് വെള്ളമാക്കി കല്ല് കൊത്തിയെടുത്ത് കെട്ടി വലിച്ച് പിരമിഡ് പോലെ വലിയൊരു സാധനം കെട്ടി ഉണ്ടാക്കിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഏലിയൻസ് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് പരലോകത്തിരുന്ന് ആ പിരമിഡ് പണിത ആളുകൾ കേട്ട ആ പാവങ്ങൾ ചങ്ക് പൊട്ട് ചിലപ്പോൾ ഒന്നുകൂടെ ചാവും. കാൾ സാഗൻ എന്ന് പറഞ്ഞ പുള്ളിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ്. അതായത് അതിശയകരമായ അവകാശവാദങ്ങൾക്ക് അതിശയകരമായ തെളിവുകൾ വേണം. വി നീഡ് സംതിങ് ബിഗ്. നമുക്ക് കാത്തിരിക്കാം.